എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DQ ചിത്രം കാന്ത ഇന്ന് വിജയകരമായിട്ട് 4ാം ദിവസമായ തിങ്കളാഴ്ച പിന്നിടുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഒരു ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സെൽവമണി സെൽവരാജിന്റെ സംവിധാനത്തിൽ ഈ കഴിഞ്ഞു പോയ നവംബർ 14-ാം തീയതിയാണ് DQവിന്റെ കാന്ത ആഗോളതലത്തിൽ റിലീസിനെത്തി. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും കാന്ത സ്വന്തമാക്കിയിരിക്കുന്നത് 6,65 ലക്ഷം രൂപയാണ്. തെലങ്കാന ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 4,40 ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിലാകട്ടെ 3,30 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടി ചിത്രം സ്വന്തമാക്കി. അങ്ങനെ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം കാന്ത സ്വന്തമാക്കിയിരിക്കുന്നത് 16,35 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ 8 കോടി രൂപയോളമാണ് ചിത്രം അവിടെ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് വീക്കെൻഡ് കളക്ഷനിലൂടെ മാത്രം കാന്ത സ്വന്തമാക്കിയിരിക്കുന്നത് 24,50 ലക്ഷം രൂപയാണ്. ഒരു ക്ലാസ് ചിത്രത്തിന് ലഭിക്കാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച തുടക്കം തന്നെയാണ് DQവിന്റെ കാന്തക്ക് ബോക്സ് ഓഫീസിൽ നേടാൻ സാധിച്ചിരിക്കുന്നത്. കാന്ത റിലീസ് ചെയ്യപ്പെട്ട നവംബർ 14-ാം തീയതി തൊട്ട് ചിത്രത്തെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ചങ്ങായിമാർക്ക് ബോക്സ് ഓഫീസ് പ്രകടനം കൊണ്ട് കാന്ത ടീം മറുപടി പറയുകയാണ്. കാന്ത സിനിമയെ സംബന്ധിച്ച് ഇന്ന് 4ാം ദിവസം തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്. ഇന്നും ചിത്രം മികച്ചൊരു ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് തിയേറ്ററുകളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ കാന്ത സിനിമയുടെ ഫൈനൽ ആഗോള കളക്ഷൻ എത്ര കോടി വരെ നേടാൻ ചാൻസ് ഉണ്ടെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.